തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലേക്ക് മരം വീണ് അപകടമുണ്ടായിരിക്കുന്നു. 4 പോലീസുകാർക്ക് പരിക്കേറ്റു. പോലീസുകാർ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് ഇന്നലെയാണ് മരം വീണത്. മരം വീഴുന്നത് കണ്ട് ഓടി വീണപ്പോഴാണ് 3 പേർക്ക് പരിക്കേറ്റത്. റഹീസ് റഷീദ് സ്ഥലത്ത് നിന്ന്. റഹീസ് റഷീദ്, കെട്ടിടത്തിന്റെ മുകളിലേക്ക് മരം വീണ് കെട്ടിടം തകർന്നോ? എന്താണ് അവിടെ സംഭവിച്ചത്? സുജയ, പേരൂർക്കടയിലെ സ്പെഷ്യൽ ആംഡ് പോലീസിന്റെ കെട്ടിടത്തിലേക്കാണ് ഇന്നലെ മരം വീണത്. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. അത് ഷീറ്റിട്ട ഒരു കെട്ടിടമായിരുന്നു. അവിടുത്തെ ട്രെയിനിങ്ങിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും താമസിക്കുന്ന സ്ഥലമായിരുന്നു. അതിന് താഴെ ഡോർമെട്രി സംവിധാനത്തിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ താമസിക്കുന്നത്. ഓരോ കട്ടിലും മെത്തയും ഇടുന്ന തരത്തിൽ താമസിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിന് പുറത്തേക്ക് മരം വീണു. ഒരു വലിയ മരമാണ് വീണത്. ആ മരം താഴേക്ക് പതിച്ച് മരത്തിൻ്റെ ശിഖരങ്ങൾ ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വീണു. ഒപ്പം ഷീറ്റിട്ട ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഷീറ്റും താഴേക്ക് വീണു. ഭാഗ്യത്തിന് രാത്രി അല്ലാത്തതുകൊണ്ട് അവിടെ ഉറങ്ങാനും മറ്റും ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥർ കിടക്കുന്നില്ലായിരുന്നു. പക്ഷേ മരം വീഴുന്ന സമയത്ത് ആ പ്രദേശത്ത്, അതിന് സമീപത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. മരം ഒടിയുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർ അവിടെ നിന്ന് ഓടുകയായിരുന്നു. ഓടിയപ്പോൾ വീണിട്ടാണ് 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത്. ഒരാൾക്ക് ഈ മരത്തിൻ്റെ ശിഖരം താഴെ ശരീരത്തിൽ പതിച്ചും പരിക്കേറ്റു. കൈക്കും മറ്റുമാണ് പരിക്കേറ്റിട്ടുള്ളത്. പക്ഷേ സാരമായ ഒരു പരിക്കല്ല. ചെറിയ ആശുപത്രിയിൽ പ്രവേശിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം അവരെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ക്യാമ്പിന് സമീപത്ത് നിരവധി മരങ്ങളുണ്ട്. ആ മരങ്ങൾ മുഴുവൻ, ഇത് കൂടുതലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കെട്ടിടമാണെങ്കിൽ ഓടിട്ട കെട്ടിടമാണ്. ഇതിനകത്ത് കൂടുതലുള്ളത് ഓടും ഷീറ്റും ഇട്ട കെട്ടിടങ്ങളാണ്. അതിന് ചുറ്റുപാടും മരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അപകട ഭീഷണിയുള്ള മരങ്ങൾ ഇനിയും നിരവധി ഉണ്ട് എന്നതാണ് ഇതിനകത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നമുക്ക് അകത്തേക്ക് കയറാൻ, നമ്മളിപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ പ്രവേശന കവാടത്തിലാണുള്ളത്. അകത്തേക്ക് കയറാൻ പെർമിഷൻ ഇല്ല. ഇതിൻ്റെ കമാൻഡൻ്റ് ഒരു ഷഹൻഷാ IPS ആണ്. അദ്ദേഹവുമായി അല്പസമയം മുമ്പ്, നമ്മളൊരു 10-15 മിനിറ്റ് മുമ്പ് സംസാരിക്കുകയാണ്. ആലോചിച്ചിട്ട് ഉന്നത ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് അകത്തേക്ക് പ്രവേശനം നൽകാമെന്ന് പറഞ്ഞു. അല്പസമയം മുമ്പ് അകത്തേക്ക് പ്രവേശനം നൽകേണ്ടതില്ല എന്നതാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശമെന്ന് നമ്മളെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പുറത്ത് നിൽക്കുന്നത്. വലിയൊരു ദുരന്തത്തിൽ നിന്ന്, കാരണം രാത്രി ഉറങ്ങിക്കിടക്കുന്ന, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാകും, ആളുകൾ നിരനിരയായി കിടക്കുന്ന കട്ടിലും ബെഡും കാണാം. അത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വല്ലതുമായിരുന്നെങ്കിൽ വലിയൊരു അപകടമായനെ. അത് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എങ്കിലും സമീപത്ത് നിരവധി മരങ്ങൾ നിൽപ്പുണ്ട്. ഇതേപോലെ തന്നെ അത് ഉടൻ വെട്ടിമാറ്റാനുള്ള, അല്ലെങ്കിൽ ശിഖരങ്ങളെങ്കിലും ഇറക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അതിനകത്ത് ജീവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സുജയ, പേരൂർക്കട SAP ക്യാമ്പിലേക്കാണ് മരം വീണത്. അതിന്റെ വിവരങ്ങളാണ് സ്ഥലത്ത് നിന്ന് ഇപ്പോൾ റഹീസ് റഷീദ് പങ്കുവച്ചത്.